ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ഗൈഡ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. അതുപോലെ ഒഫീഷ്യലി PSC അതിൻ്റെ സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് സിലബസിൻ്റെ പോലെ തന്നെയാണ് ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസും വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് മാറ്റങ്ങൾ, കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു സിലബസിൻ്റെ പ്രത്യേകതയുള്ളൂ. അപ്പം നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ എഴുതാൻ പറ്റുന്നൊരു എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ജൂൺ 23 മുതൽ അതുപോലെ 12 ജൂലൈ വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരുന്നത്. പിന്നെ എക്സാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 5-നാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് എല്ലാവരും മിസ് ചെയ്യാതെ, ഇപ്പോൾ എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ PSCയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡേറ്റ് മറക്കാതെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അതുപോലെ പ്രീവിയസ് നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 400 പേരാണ്. അപ്പം അതിൽ നിന്ന് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് 364 പേർക്കാണ്. അപ്പം ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ പോകുന്നത് ഈ ഒക്ടോബർ 2024 ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ PSCയുടെ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 100 മാർക്കിൻ്റെ എക്സാമിൽ ഫസ്റ്റ് പാർട്ട് കോപ്പറേഷനിൽ നിന്ന് 50 മാർക്സും സെക്കൻഡ് പാർട്ട് ബാങ്കിങ്ങിൽ നിന്ന് നമുക്ക് 40 മാർക്സാണ്. കാരണം ഒരു ഹ്യൂജ് മാർക്ക് ബാങ്കിങ് എന്ന് പറയുന്നൊരു പാർട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ബാക്കി നമുക്ക് കോപ്പറേഷൻ്റെ ബാക്കി എല്ലാത്തിനും ചേർന്നിട്ടാണ് 50 വരുന്നത്. പക്ഷേ ബാങ്കിങ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരുമ്പോൾ ഫുൾ ബാങ്കിങ് ആയിട്ട് റിലേറ്റ് ചെയ്തതിന് 40 മാർക്ക് നമുക്ക് എക്സാമിനുണ്ട്. തേർഡ് നമുക്ക് പറയുന്നത് IT ആൻഡ് സൈബർ ലോ, അപ്പോൾ അതിൽ നിന്ന് 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ്. പ്രധാനമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് കോപ്പറേറ്റീവ് ഓഡിറ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അക്കൗണ്ടൻസി ഈ ഒരു സിലബസിൽ പറയുന്നില്ല. പക്ഷേ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്താകുമ്പോൾ കുറച്ചൊക്കെ അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അക്കൗണ്ടിങ് എന്നൊരു പറയുന്ന ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സിലബസ് നമുക്കതായിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഏകദേശം എക്സാമിന് ഒരു 65 ഡേയ്സ്, ആ ഒരു അറൗണ്ട് 65 ഡേയ്സൊക്കെ നമുക്കിനി എക്സാമിന് കാണുള്ളൂ. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ഈ ഒരു സിലബസ് നമുക്കിപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുകയും ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡേയ്സിനകത്ത് തന്നെ കുറേയൊക്കെ റിവൈസ് ചെയ്തും ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മറ്റുള്ള PSCയുടെ ലിസ്റ്റ് വരുന്ന പോലെ ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും ലിസ്റ്റിലെടുക്കത്തില്ല. പ്രീവിയസ് ലിസ്റ്റിൽ തന്നെ 400 പേരാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് 364 പേരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ലിസ്റ്റേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും നല്ല രീതിയിലുള്ള കട്ട് ഓഫ് വരും. പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 73 സംതിങ് ആണ്. അപ്പം അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് ആയിരിക്കും. ഇപ്പോൾ അതിൽ കൂടുതൽ കട്ട് ഓഫ് വരാനേ ചാൻസ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് എന്ത് ചെയ്യുക, കൂടാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പം ഞാൻ വേണമെങ്കിൽ ഈ ഒരു സിലബസിൻ്റെ PDFൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഈ സിലബസിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സിലബസ് വന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയി എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കേണ്ട എന്നുള്ളത്. അപ്പം എല്ലാവരും ഈ സിലബസ് വെച്ച് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങും. താങ്ക് യു.